നമ്മുടെ ഐഫോൺ ഉപയോഗിക്കുന്നവർ പലപ്പോഴായി നേരിടുന്ന ഒരു പ്രശ്നമാണ് ഐഫോണിലെ സ്റ്റോറേജ് ഫുള്ളാവുക എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഐഫോൺ സ്റ്റോറേജ് ഫുള്ളാവുന്നത് തടയാൻ സഹായിക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷനെ കൊണ്ട് നമുക്ക് പല ഗുണങ്ങളുമുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ മടിക്കാതെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. കഴിവിന്റെ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്നും എന്താണ് ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്നും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെറും 1-2 ഫീച്ചറുകൾ മാത്രമല്ല ഇതിനുള്ളത്. നമുക്ക് യൂസ്ഫുൾ ആവുന്ന നിരവധി ഫീച്ചറുകൾ ഈ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള jabirvarikkodan.com എന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ ക്ലീനപ്പ് ഐഫോൺ എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് ആസ്ക് ആപ്പ് നോട്ട് ടു ട്രാക്ക് എന്നുള്ളത് തന്നെ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ ഫോട്ടോകളും മറ്റും ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നതായിരിക്കും. അലോ ആക്സസ് ടു ഓൾ ഫോട്ടോസ് എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യുക. ശേഷം നോട്ടിഫിക്കേഷൻ പെർമിഷൻ അലോ നൽകണമെന്നുണ്ടെങ്കിൽ നൽകാം, ഇല്ലെങ്കിൽ ഡോണ്ട് അലോ നൽകാം, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ളത്. അതിനുശേഷം ഇവിടെ നമുക്ക് ഇതേ രീതിയിലായിരിക്കും കാണുന്നത്. ഇവിടെ നിന്ന് നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്ത് മുൻപോട്ട് പോവുക. ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. നമുക്ക് നമ്മുടെ ഫോണിലുള്ള അഥവാ ഐഫോണിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഫയലുകളോ അതല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഫോട്ടോസുകളോ വീഡിയോസുകളോ മറ്റുള്ള സ്ക്രീൻഷോട്ടുകൾ പോലെയുള്ളതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്റ്റുകൾ റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മെർജ് ചെയ്യാൻ സാധിക്കും. ഇമെയിലുകൾ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ബാറ്ററി ആനിമേഷൻ നൽകാനും നമുക്ക് സാധിക്കും. അഥവാ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തമായ ആനിമേഷനുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നൽകാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് കൊടുത്ത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അൺലോക്ക് അൺലിമിറ്റഡ് ആക്സസ് ചെയ്യുന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ഒരു വിൻഡോയിലേക്കായിരിക്കും നമുക്ക് എത്താൻ സാധിക്കും. നമുക്കിതിൻ്റെ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതിൻ്റെ ഫ്രീ വെർഷൻ തന്നെ ഉപയോഗിക്കാം. ഫ്രീ വെർഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് പരസ്യമുണ്ടാവും. ആ പരസ്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിതിലെ പ്രോ ഫീച്ചറുകളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ തൽക്കാലം ഇവിടെ നിന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണിക്കുന്നത്. ഇവിടെ നിന്ന് ലെറ്റ്സ് ഗോ എന്നുള്ളത് കൊടുത്ത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ ഫോട്ടോകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അഥവാ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ എത്രയുണ്ട് എന്നും സിമിലർ ആയിട്ടുള്ള ഫോട്ടോകൾ എത്രയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് സിമിലർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ലെറ്റ്സ് ഗോ എന്നുള്ളത് കൊടുത്ത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഫോട്ടോയ്ക്ക് സമാനമായിട്ട് മറ്റു ഫോട്ടോകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, എൻ്റെ ഫോണിൽ ഫോട്ടോകൾ വേറെ വേറെ ആണെങ്കിലും ഏകദേശം സമാനമായ രീതിയിൽ കാണുന്നത് കൊണ്ടാണ് സിമിലർ ഫോട്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിരവധി ഫോട്ടോകൾ, ഒരേ കാറ്റഗറിയിൽ നിരവധി ഫോട്ടോകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. വേണമെങ്കിൽ ഒരേ സമയം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സമയം സിമിലർ ആയിട്ടുള്ള ഫോട്ടോകൾ അഥവാ ഒന്നിനോട് മറ്റൊന്ന് സാമ്യം തോന്നിക്കുന്ന രീതിയിലുള്ള ഫോട്ടോകൾ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി തന്നെ ഇവിടെ നിന്ന് ഡിലീറ്റ് ആവും. ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലാതെ അവിടെ നിർത്തി ബാക്കിയുള്ളവയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ഫോട്ടോ ഏതാണോ അത് ഇതേ രീതിയിൽ അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കീപ്പ് ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള വേണമെങ്കിൽ ഡിലീറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഞാൻ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 8 ഫോട്ടോകൾ എൻ്റെ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ട്. അഥവാ സെയിം ഫോട്ടോ തന്നെ വീണ്ടും സേവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ഏതൊക്കെയുണ്ടോ അത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ജസ്റ്റ് ഡിലീറ്റ് എന്നുള്ളത് നൽകി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതുപോലെ ഇതിൻ്റെ പ്രോ വെർഷൻ അപ്ഡേറ്റ് ചെയ്യാൻ ചോദിക്കുന്നതായിരിക്കും. നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഈ ഇൻറ്റു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യുക. ശേഷം ചിലപ്പോൾ ഒരു ആഡ് വരുന്നതായിരിക്കും. ആഡ് പൂർണ്ണമായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഡയറക്റ്റ് തന്നെ ഇതേ രീതിയിൽ ലഭിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഡിലീറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോകൾ ഡിലീറ്റ് ആവുന്നതായിരിക്കും. കണ്ടില്ലേ, 225 MB ഇപ്പോൾ എനിക്കിവിടെ സേവ് ചെയ്യാൻ സാധിച്ചു. അതേ രീതിയിൽ നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ ഫോട്ടോകളും ഈ സിമിലർ ആയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഫോണിൽ നിരവധി സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള സ്ക്രീൻഷോട്ടിൻ്റെ ആവശ്യം നമുക്ക് 1-2 തവണ മാത്രമേ ഉണ്ടാവും. പിന്നീട് നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടാവുകയില്ല. അപ്പോൾ അതിനെയും നമുക്ക് ഇതുപോലെ സിമിലർ ആയിട്ടുള്ളതും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള എല്ലാ ഫോട്ടോകളും നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇവിടെയും എനിക്ക് സിമിലർ ആയിട്ട് 24 ഫോട്ടോസ് ഉണ്ട്. അതിന് ഞാൻ ഒറ്റയടിക്ക് ഇതേ രീതിയിൽ ക്ലീൻ ചെയ്യുകയാണ്. വേണ്ട, ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പരസ്യം വരുന്നതായിരിക്കും. ഫ്രീ ആയതിനാണ് കേട്ടോ. അപ്പോൾ ഈ പരസ്യം പൂർണ്ണമാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ശേഷം ഇതിനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ
പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇനി ഇതിൻ്റെ ബാക്കി യൂസേജിലേക്കൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഹോം സ്ക്രീനിലേക്ക് വന്നു. ഇവിടെ നമുക്ക് താഴെ 4 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് ചാർജിങ് എന്നുള്ള ഈ ഓപ്ഷൻ. ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നിരവധി ആനിമേഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അഥവാ നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആനിമേഷനുകൾ നിങ്ങളുടെ ഫോണിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് സെറ്റ് ആനിമേഷൻ എന്നുള്ളത് നൽകിക്കഴിഞ്ഞാൽ ആദ്യമായി ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക എന്നുള്ള ട്യൂട്ടോറിയൽ ഇവിടെ തന്നെ കാണിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നില്ല. ജസ്റ്റ് ഷോർട്ട് കട്ട് ആഡ് ചെയ്യുകയാണ്. ഷോർട്ട് കട്ടിലേക്ക് പോയി നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട രീതി എങ്ങനെയാണോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നുകൂടി ഇവിടെ കാണിച്ച് വെറുതെ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യും. ഇതൊക്കെ പ്രോ വെർഷൻ അപ്ഗ്രേഡ് ചെയ്യാൻ ലഭിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ജസ്റ്റ് ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിനെ ഫ്രീ ആയിട്ട് ആ ആനിമേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം വാച്ച് റിവാർഡഡ് ആഡ് ടു സെറ്റ് പ്രോ ആനിമേഷൻ. അപ്പോൾ സെറ്റ് ആനിമേഷൻ എന്ന് നൽകി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു പരസ്യം വരുന്നതായിരിക്കും. അത് പൂർണ്ണമായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആനിമേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്ക്രീനിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന് ഒരു ഡിഫറൻറ്റ് ലുക്ക് നൽകുന്നതായിരിക്കും. ഇനി നമുക്കുള്ളത് ഇവിടെ സീക്രട്ട് സ്പേസ് എന്നുള്ള ഓപ്ഷനാണ്. ഐഫോണുകാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ഒരു ഓപ്ഷൻ കൂടിയാണിത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോകൾ അഥവാ നിങ്ങളുടെ ക്യാമറയിലുള്ള ഫോട്ടോകൾ മറ്റാരും കാണാത്ത രീതിയിൽ ഒരു സീക്രട്ട് സ്പേസിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ക്രിയേറ്റ് പിൻ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ആവശ്യമായ പിന്ന് ക്രിയേറ്റ് ചെയ്യുക. 2 തവണ പിന്ന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം യുവർ സ്പേസ് ഈസ് ലോക്ക്ഡ് എന്നുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ഫോട്ടോകൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇമ്പോർട്ട് ഫോട്ടോ ഓർ വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ടേക്ക് ഫോട്ടോ വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്ത് ക്യാമറയിൽ എടുക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇമ്പോർട്ട് എന്നുള്ളത് കൊടുത്തു. ഇനി ഇതിൽ നിന്ന് എനിക്ക് ആവശ്യമായ ഫോട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ 2 ഫോട്ടോകൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ആവശ്യമായതിനെ ഞാൻ ഇതേ രീതിയിൽ സെലക്ട് ചെയ്തു. ശേഷം നിങ്ങൾക്ക് ഏതെല്ലാം ഫോട്ടോകളാണ് എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഷോ ചെയ്യാം. അതല്ല ഡയറക്റ്റ് തന്നെ ഇവിടെ മുകളിൽ കാണുന്ന ആഡ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈവറ്റ് പ്ലേസിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് അഥവാ നിങ്ങളുടെ ക്യാമറ റോളിൽ നിന്ന് ഇതിനെ റിമൂവ് ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ. ആവശ്യമെങ്കിൽ റിമൂവ് എന്നുള്ളത് കൊടുക്കാം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഗാലറിയിൽ കാണാതെ മറ്റൊരു പ്രൈവറ്റ് സ്പേസിലേക്ക് ഇത് മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് റിമൂവ് എന്നുള്ളത് കൊടുക്കുക. റിമൂവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് ചെയ്യണോ എന്നുള്ളത് കൺഫേം ചോദിക്കുന്നതായിരിക്കും. ഡിലീറ്റ് കൊടുക്കാം. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നമ്മുടെ ഒരു സീക്രട്ട് ലൈബ്രറിയിലേക്ക് ഇത് വന്നത് കാണാം. നമ്മുടെ ഗാലറിയിൽ നിന്ന് അഥവാ ക്യാമറ റോളിൽ നിന്ന് ആ ഫോട്ടോകൾ അപ്രത്യക്ഷമായതും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ആ ഫോട്ടോകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇനി ഇതിനെ കിട്ടണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സീക്രട്ട് സ്പേസ് എന്നുള്ള ഭാഗത്തേക്ക് പോവുക. ശേഷം നിങ്ങളുടെ പിന്ന് നൽകുക. പിന്ന് നൽകിക്കഴിഞ്ഞാൽ അൺലോക്ക്ഡ് ആവുകയും നമ്മുടെ ആ ഫോട്ടോകൾ ഇവിടെ നിങ്ങൾക്ക് കാണാനും സാധിക്കും. തിരിച്ച് നമ്മുടെ ക്യാമറ റോളിലേക്ക് തന്നെ ആഡ് ചെയ്യണമെങ്കിൽ ആവശ്യമായ ഫോട്ടോ സെലക്ട് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ഷെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഷെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സേവ് ഇമേജസ് എന്ന് കാണാൻ സാധിക്കും. എത്ര ഇമേജുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ആ കൗണ്ടും സേവ് 3 ഇമേജസ് എന്ന് കാണാം. അത് നൽകി കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് തന്നെ ഇത് സേവ് ആവുന്നതായിരിക്കും. അതേസമയം തന്നെ ഈ ഒരു ഭാഗത്തും നമുക്കിതിനെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഡിലീറ്റ് നൽകി ഇതിനെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്കിതിലുള്ള ഓപ്ഷനാണ് കോൺടാക്ട്സ് എന്നുള്ളത്. കോൺടാക്ട്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പെർമിഷൻ നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്റ്റുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. എത്ര കോൺടാക്റ്റുകളുണ്ട്, അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്റ്റുകൾ എത്രയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കാണാം. അത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിതിനെ സെലക്ട് ഓൾ നൽകി ആവശ്യമില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്റ്റുകളൊക്കെ നിങ്ങൾക്ക് മെർജ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്ന് ഓരോന്നും ഇതേ രീതിയിൽ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ എല്ലാത്തിനെയും ഇതേ രീതിയിൽ മാർക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും മുകളിൽ കാണുന്ന സെലക്ട് ഓൾ നൽകി എല്ലാത്തിനെയും മാർക്ക് ചെയ്ത് 167 കോൺടാക്റ്റുകൾ എനിക്ക് മെർജ് ചെയ്യാൻ ഇവിടെ ബാക്കിയുണ്ട്. അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റിലെ പെട്ടെന്ന് കണ്ടെത്തുന്ന ആ ഒരു ഓപ്ഷൻ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഒരേ നമ്പർ 2-3 പേരിലേക്കാണ് ആഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒറ്റ പേരിലേക്ക് നമുക്ക് സിംഗിൾ ക്ലിക്ക് മെർജ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മെർജ് 167 കോൺടാക്റ്റ് എന്നുള്ളത് ഞാൻ കൊടുത്തു. ശേഷം ഒരു ആഡ് വരുന്നതായിരിക്കും. ജസ്റ്റ് അതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആർ യു സർ എന്നുള്ളൊരു വാണിംഗ് ഇവിടെ ചോദിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മെർജ് ചെയ്യണോ വേണ്ട എന്നുള്ളത് ജസ്റ്റ് യെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മെർജ് ആവാൻ തുടങ്ങും. ഇവിടെ ലോഡ് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ള നമുക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത്
ഇമെയിൽ ക്ലീനർ എന്നുള്ള ഓപ്ഷനാണ്. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആവശ്യമായ മെയിൽ ഐ ഡി ഇതിനോട് ജോയിൻ ചെയ്ത് മെയിലിലെ അനാവശ്യമായ മെയിലുകളും മറ്റുമൊക്കെ സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമായ മെയിൽ ഐ ഡി ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യുക. ശേഷം ആവശ്യമായ മെയിലുകളുടെ കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോഷ്യൽ മീഡിയയുടെ തന്നെ എനിക്ക് 170ഓളം ഉണ്ട്. അതുപോലെ പ്രൊമോഷൻ ആയിട്ടുള്ളത് ഒരുപാട് 700 ചില്ലറ പ്രൊമോഷൻ ഉണ്ട്, 1000-ൽ പരം അപ്ഡേറ്റ്സുകളുണ്ട്, മറ്റ് ഫോമുകൾ, അങ്ങനെ തുടങ്ങിയ നിരവധി ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിനെ സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ആരാമാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോയി ഏതാണോ വേണ്ടത് അത് ഇവിടെ നിന്ന് ഓരോന്നോരോന്നായി വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ആവശ്യമുള്ളതിനെ ഇതേ രീതിയിൽ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഡയറക്റ്റ് ഫോൾഡർ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മെയിലുകളും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണിത്. ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഏതെങ്കിലും മനസ്സിലാകാത്ത ഭാഗം നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ മടിക്കാതെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അതുപോലെ മറ്റേതെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നാലും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ മടിക്കാതെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. Fearless.